ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കോടതി SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് അംഗീകരിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതും പറയുന്നു. അങ്ങനെയാണെങ്കിൽ കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കുന്നതിൽ എന്തുകൊണ്ട് വൈകി? തൊണ്ടി മുതൽ എവിടെ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. സർവത്ര അവ്യക്തതയാണ് നിഴലിക്കുന്നത്. ഇപ്പോൾ VSSCയുടെ അന്തിമ പരിശോധനാ ഫലം നാളെ ഹൈക്കോടതിക്ക് മുൻപാകെ എത്തുമ്പോൾ അതിൽ പോലും ചില അവ്യക്തതകളുണ്ട്. കാരണം SIT കണ്ടെത്തിയതും ഇതിന്മേലുള്ള ഈ സ്വർണ്ണപ്പാളി അടക്കമുള്ള വിഷയങ്ങളിൽ കിട്ടിയ കിലോ കണക്കിന് സ്വർണ്ണമാണ് തട്ടിയത് എന്നുള്ള പരിശോധനാ ഫലവും വെച്ച് തട്ടി നോക്കുമ്പോൾ ഇത് കോടതിയിലെത്തുമ്പോൾ അങ്ങേയറ്റം ദുർബലമാകുന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യാം എന്നുള്ളത് പറയാമല്ലോ. കാരണം ഭയക്കേണ്ട കാര്യമില്ല, തെളിവുകളുടെ അഭാവം തന്നെയാണ് 100%. ഞാന്റെ കാര്യം ആവർത്തിച്ചൊന്ന് താങ്കളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ജാമ്യം കിട്ടിയത് കുറ്റപത്രം കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഒരു ആങ്കർ ചോദിക്കുന്നതിൽ അനൗചിത്യമുണ്ട് രോഹിണി. കാരണം ഹൈക്കോടതി വ്യക്തമായ അക്കാര്യത്തിൽ നിലപാട് പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ആങ്കറിന് താങ്കൾ അത് ഇപ്പം പാനലിസ്റ്റുകളാൻ ഞങ്ങൾക്കത് പറയാം, അല്ലെങ്കിൽ താങ്കൾക്ക് അത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്യാം. അതല്ല ഡയറക്റ്റ് ആയിട്ട് താങ്കൾ അങ്ങനെ പറയുന്ന അനൗചിത്യം ഉണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് മാത്രം കേട്ടോ. ഇനി പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ആരവി ബാബു പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ 6 മാസമായി, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ, അതായത് പമ്പാ സംഗമത്തിന് മുൻപ് മുതൽ നമ്മൾ ഒരുപാട് ചാനലുകളിൽ, ജനം ചാനലിൽ വിശേഷിച്ചും ഈ ശബരിമല വിഷയം ഒരുപാട് ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തത് താങ്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അന്നും താങ്കൾക്ക് CBI അന്വേഷണം എന്നുള്ള നിലപാടാണ് താങ്കളെന്ന് പറഞ്ഞിരുന്നത്. അതിൽ അക്കാര്യത്തിലുള്ള ഇപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ആ നിലപാട് തുടരുന്നു. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. താങ്കളുടെ നിലപാട് മാറ്റിയിട്ടില്ല എന്നുള്ളത്. അത് ഇന്ന് പറഞ്ഞ പൊതുവായ നിലപാടല്ല, അന്നും താങ്കൾ പറഞ്ഞത് തന്നെയാണ്. ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നുള്ള നിലപാട് കൺസിസ്റ്റന്റ് ആണ്. പിന്നെ അതങ്ങനെ പൊയ്ക്കോട്ടെ. താങ്കളുടെ നിലപാട് താങ്കൾക്കും സംഘടനയ്ക്കും സ്വീകരിക്കാനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും ഉള്ള രാജ്യമാണല്ലോ ഇത്. അത് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ചർച്ചയിൽ ഇപ്പോഴല്ല, 2-3 മാസമായി കാണും, ജനജീവിതം തന്നെ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ നമ്മുടെ ഒരു കൃഷ്ണരാജുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറയുകയായിരുന്നു, ഈ വിഷയം ഹൈക്കോടതിയിൽ എടുത്തിരുന്നു അന്ന് ആ രാത്രിയിലാണ് ചർച്ച. അപ്പോൾ ഹൈക്കോടതി ചോദിച്ചു, ഈ ഡിവിഷൻ ബെഞ്ചിൽ താങ്കൾക്ക് വിശ്വാസമില്ലേ എന്ന് കോടതി ചോദിക്കുന്നു. ഉണ്ട് യുവർ ഓണർ, ഞാൻ എൻ്റെ പ്ലീ പ്രസ് ചെയ്യുന്നില്ല, എൻ്റെ അപേക്ഷ ഞാൻ പ്രസ് ചെയ്യുന്നില്ല എന്ന് താൻ പറഞ്ഞതായി കൃഷ്ണരാജ് തന്നെ ജനം TVയിലെ ചർച്ചയിലാണ് പറഞ്ഞത്. അത് ആ കോടതിയോടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ നിലപാടിനെ കുറിച്ച് കോടതി ചോദിക്കുന്നു, അഡ്വക്കേറ്റ് മറുപടി പറയുന്നു, ഞാനത് പ്രസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അത്ര പിന്നെ ഡീസന്റ് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടാണ് അന്ന് അദ്ദേഹം അത് പറഞ്ഞത്. അത് പറയേണ്ട കാര്യമില്ല, അദ്ദേഹം അത് പറഞ്ഞ അദ്ദേഹത്തിന്റെ മാന്യത. അത് കഴിഞ്ഞ് ആ കേസ് മുമ്പോട്ട് വരികയാണ്. മുമ്പോട്ട് വരുമ്പോൾ ഇപ്പോ കഴിഞ്ഞ ദിവസം കോടതി പിന്നെ താങ്കൾ പറഞ്ഞതുപോലെയല്ല, രേഖാമൂലം പറഞ്ഞിട്ടില്ല, ശരിയാണ്, CBI അന്വേഷണം ആവശ്യമില്ല എന്ന് രേഖാമൂലം പറഞ്ഞിട്ടില്ല. അത് പോസിറ്റീവ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ഒരു 19 തോന്നുന്നു അന്നത്തേക്ക് പോസിറ്റീവ് ആയിരുന്നു കേസ്. അപ്പോ പിന്നെ നിലവിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ കാണുന്നത് എന്ന് വാക്കാലാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ടുണ്ട്, രേഖാമൂലം എഴുതി വെച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ രോഹിണി ചോദിച്ചത്, അല്ലെങ്കിൽ റജിൻ ഉൾപ്പെടെ ചോദിച്ചത്, ഇവരൊക്കെ ഇങ്ങനെ വരികയും പോവുകയും കുറെ പേരെ പിടിക്കുമെന്ന് പറയുന്നത് പിടിക്കുന്നില്ല, ശ്രീ എം ജയചന്ദ്രൻ, റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ചില സമയങ്ങളിൽ വ്യക്തമാകുന്നില്ല ഓഡിയോ. തുടരാം താങ്കൾക്ക്, പക്ഷേ അത് കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നു. കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, ഏതായാലും ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടില്ലല്ലോ എന്നൊരു ചോദ്യമാണല്ലോ മുഖ്യമായി ഉന്നയിക്കപ്പെട്ടത്. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ ഞാനിപ്പോ പറയുന്നത്. കേൾക്കാം, തുടർന്നോളൂ. അപ്പൊ ഈ നാളെ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. നമ്മൾ നാളെ ഈ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തത ഉൾപ്പെടെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചാർജ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം നാളെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ SIT കൊടുക്കുന്ന റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്നും അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ നാളെ ഉച്ചകഴിഞ്ഞിറങ്ങുന്ന നമുക്കൊക്കെ കിട്ടുന്ന ആ ഉത്തരവിൽ അത് വായിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ജനുവരി 9-നാണ് പിന്നെ താഴമൺ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹം അറിയാതെ, അത് അദ്ദേഹത്തിന്റെ അറിവില്ലാതെ അവിടെ ഒന്നും നടക്കില്ല എന്നുള്ളത് ചുരുങ്ങിയത് ശബരിമല ക്ഷേത്രവുമായി ഏതാണ്ട് നിരന്തര ബന്ധമുള്ള
പ്രിയപ്പെട്ട ശ്രീ RV ബാബുവിനെങ്കിലും അറിയാം എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെയാണ് അവിടുത്തെ ഘടന. അതാണ് മന്ത്രിമാരെ ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് വിട്ടു. പിന്നെ ഇതിനൊന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? 2010 ഒക്ടോബർ 10-നാണ് 25 ഒക്ടോബർ 10-നാണ് ഈ അന്വേഷണ ഉത്തരവ് വരുന്നത്. അതിനുശേഷം ഡിസംബർ 5-ന് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പറയുകയാണ്, നിങ്ങൾ 2019 മുതൽ 25 വരെയാണ് നിങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത്, അത് പോരാ, നിങ്ങൾ 2013 മുതൽ അന്വേഷിക്കണം എന്ന് പറയുന്നു. അതിനുശേഷം ജനുവരി 19 വീണ്ടും പറയുന്നത് എന്താണ്? 2025 അന്വേഷണം തുടങ്ങിയ കേസിൽ 20 വർഷം പുറകോട്ട് അന്വേഷിക്കണം. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഞാൻ അതിന്റെ രാഷ്ട്രീയ കാരണങ്ങളിലേക്ക് പോകുന്നില്ല, ഞാൻ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളിലേക്ക് വരുന്നില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസികൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ള വിജയൻ. എന്താണ് അർത്ഥം? താങ്കളെ ആരോപിച്ചതുപോലെ CPM-മായി ബന്ധപ്പെട്ട മാത്രം കേസായിട്ടാണിത് എന്നാണോ ഹൈക്കോടതി കരുതിയിട്ടാണ് ഈ 20 വർഷം പുറകോട്ട് പോകാൻ പറയുന്നത്? ആരായിരുന്നു 20 വർഷം പുറകോട്ട് പോകുമ്പോഴുള്ള മന്ത്രി? ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ഒറ്റ കാര്യമാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ബന്ധപ്പെട്ട ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ രോഹിണി. 2006 അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം ആ പാർട്ടിയിലില്ല, ആ പാർട്ടിയിൽ നിന്ന് പോയി വേറെ ഏത് പാർട്ടിയിലൊന്നും പറയുന്നുമില്ല. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുകയാണ്. അവിടുത്തെ അഴിമതി കേസ് പറയാനാണ് ഞാൻ കണ്ടത്. ഇങ്ങനെ അഴിമതിയുണ്ട് പ്രസിഡന്റ്, അത് താങ്കൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യം പറഞ്ഞു, രണ്ടാമത് വീണ്ടും ആദ്യം ഫോണിൽ പറഞ്ഞു, വീണ്ടും നേരിട്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഈ നില എന്നോട് മറുപടി പറഞ്ഞു. മാധ്യമപ്രവർത്തനങ്ങളെ നേരിട്ടാ കാണുമെന്ന് പറയുന്നത് ചെയ്തില്ല. അറിയാമോ? 3 വർഷമായ 2 വർഷം കൊണ്ട് പിരിച്ചുവിട്ടു. 2 വർഷത്തേക്ക് കാലാവധി കുറയ്ക്കുകയാണ് ചെയ്തത്. G. സുധാകരനാണ് ദേവസ്വം വകുപ്പ് മന്ത്രി. ഓക്കെ, ഡീറ്റെയിൽസ് ഒരുപാടുണ്ട്, പറയുന്നില്ല, അങ്ങോട്ട് വരുന്നില്ല, ഇപ്പൊ സമയമില്ലാത്തത്. ശരി, RV ബാബു, ഇതിനുള്ള മറുപടി. എത്ര വർഷം പുറകിലോട്ട് പോയാലും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യാൻ തന്നെയാണ് ഭക്തർ എല്ലാവരും കാതോർക്കുന്നത്. അതോടൊപ്പം ചില ചോദ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ പ്രസക്തി. അല്ല, ഞാൻ തുടക്കം മുതൽ പറഞ്ഞു, അതായത് ഇത് രണ്ടു കൂട്ടരും ചേർന്ന് നടത്തിയിട്ടുള്ള അഴിമതിയാണ്. ഇവരെല്ലാം നമ്മുടെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മൊത്തം കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ അഴിമതിയുടെ ഒരു വലിയ ചെയിൻ ഓഫ് കറപ്ഷൻസ് നമുക്ക് ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിന്റെ ഉത്തരവാദിയാരാണ്? അതാത് കാലത്ത് ഭരിച്ചവരാരാണ്? ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. ഇവർ രണ്ടുപേരും ഈ ദേവസ്വം ക്ഷേത്രങ്ങളിലെ കൊള്ളയടിച്ചതിന് അമ്പലക്കള്ളന്മാരാരാണെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരുമാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇനി രണ്ടാമത്, ഇപ്പൊ തന്ത്രിയുടെ പേര് മനഃപൂർവ്വം ഇവിടെ ഉന്നയിച്ചത് അത് ഞാൻ എന്തെങ്കിലും പറയണം എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കണം ജയേന്ദ്രൻ സാറ് അങ്ങനെ ഉന്നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തന്ത്രിയുടെ പേര് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, അല്ല അങ്ങനെ അല്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം പത്മകുമാറിന്റെ പേര് അദ്ദേഹം പറഞ്ഞില്ല, വാസുവിന്റെ പേര് പറഞ്ഞില്ല. അറസ്റ്റ് ചെയ്യപ്പെട്ടവരില് തന്ത്രിയുടെ പേര് പറഞ്ഞു. തന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. തന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല എങ്കിൽ തന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. ആരതിനെ എതിർത്തു? ആരാണ് അതിനെ എതിർത്ത് രംഗത്ത് വന്നത്? തന്ത്രി അറസ്റ്റ് ശരിയായില്ലെന്ന് ആരെങ്കിലും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ അതിന്റെ നിയമത്തിന്റെ വഴിക്ക് പോയി ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടണം, യാതൊരു സംശയമില്ല. അതില് കുറ്റക്കാരനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടേണ്ട ആള് തന്ത്രിയാണ്. ആ കാര്യത്തിൽ അതിന് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഇവിടെ ആരെങ്കിലും രക്ഷിക്കാനുള്ള ഒരു ഭാഗമല്ല ഇതൊന്നും. യഥാർത്ഥ കുറ്റവാളികൾ രംഗത്ത് വരണം. ഇപ്പൊ SIT അന്വേഷിച്ചോട്ടെ, കണ്ടെത്തിക്കോട്ടെ എന്ന് ജയേന്ദ്രൻ സാർ പറയുമ്പോൾ, സാർ ഞങ്ങളുടെ പ്രശ്നം അതാണെന്നേ. SIT അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. SIT അന്വേഷിക്കാത്തത് രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായി ചോദ്യം ചെയ്തു, വട്ടൂർ പ്രകാശിനെ പരസ്യമായി ചോദ്യം ചെയ്തു, കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായി ചോദ്യം ചെയ്തു. എന്താ കാരണം ജയേന്ദ്രൻ സാറേ? എന്താണ് സർക്കാരിനെ വിളിക്കാനുള്ളത്, അല്ലെങ്കിൽ SIT വിളിക്കാനുള്ളത്? എന്താണ് കാരണം? ഒന്ന് പറയാമോ? എന്തിനാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്? മാധ്യമങ്ങൾ പോലും അറിഞ്ഞില്ലല്ലോ. പിന്നീടല്ലേ നമ്മൾ അറിഞ്ഞത്. ഇവിടെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് പരസ്യമായിട്ട് മാധ്യമങ്ങൾ മുഴുവൻ കണ്ട് ചോദ്യം ചെയ്യുന്നു. അപ്പൊ ഈ കാപട്യം എന്തിനാണ്? ഈ കാപട്യത്തെയാണ് ഞങ്ങൾ പറയുന്നത് SITക്ക് രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്, SITക്ക് മേൽ. ഇതാണ് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നത്. അതിന് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ശരി.